നമസ്കാരം. ലോക സാമ്പത്തിക ഭൂപടത്തിൽ വൻ ശക്തികളായ രാജ്യങ്ങൾ പോലും മാന്ദ്യത്തിന്റെ കരിനിഴലിൽപ്പെട്ട് വിറച്ചു നിൽക്കുമ്പോൾ ഭാരതം മാത്രം നെഞ്ചും വിരിച്ച് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കുതിച്ചുയരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന തന്ത്രങ്ങൾ വെറും കടലാസു കണക്കുകളല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ മണ്ണിൽ അലയടിക്കുന്ന കോടികളുടെ വിപ്ലവമാണെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള ഈ പുതിയ ചരിത്ര നേട്ടം. ബിസിനസ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട വിപ്ലവാത്മകമായ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എത്രമാത്രം ശക്തമാക്കിയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് നിലവിലെ ഈ കുതിച്ചുചാട്ടം. 2026 ആദ്യ പകുതിയിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ സാമ്പത്തിക വിദഗ്ധർ പോലും അന്തിച്ചു നിൽക്കുകയാണ്. വെറും 6 മാസം കൊണ്ട് $8.5 ബില്യൺ, അതായത് ഏകദേശം 70,000 കോടിയിലധികം രൂപയുടെ ഇക്വിറ്റി മൂലധന നിക്ഷേപമാണ് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുമ്പോൾ ഭാരതത്തിന്റെ മണ്ണിൽ മാത്രം എങ്ങനെയാണ് ഈ പണമഴ പെയ്യുന്നത്? എന്താണ് മോദി സർക്കാർ ഈ വിപണിയിൽ കാട്ടിക്കൂട്ടിയ മാജിക്? വരാനിരിക്കുന്ന വൻ കുതിപ്പിന്റെ ഞെട്ടിക്കുന്ന ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആഗോളതലത്തിൽ നിക്ഷേപകർ സുരക്ഷിതമായ ഒരു വിപണി തേടുമ്പോൾ ഭാരതമല്ലാതെ മറ്റൊരു മികച്ച ബദൽ അവർക്ക് മുന്നിലില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. പ്രമുഖ ആഗോള പ്രോപ്പർട്ടി കൺസൾട്ടൻസിയായ CBREയുടെ ഏറ്റവും പുതിയ ഔദ്യോഗിക റിപ്പോർട്ടിലാണ് ഭാരതത്തെ അഭിമാന പുരസ്സരം മുന്നിൽ നിർത്തുന്ന ഈ കണക്കുകൾ ഉള്ളത്. കഴിഞ്ഞ വർഷം, അതായത് 2025 ആദ്യ പകുതിയിൽ ഇതേ കാലയളവിൽ ഇന്ത്യ കൈവരിച്ച $6.4 ബില്യൺ അപേക്ഷിച്ച് ഇത്തവണ നിക്ഷേപത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 32% അമ്പരപ്പിക്കുന്ന വളർച്ച. ഈ കോവിഡ് അനന്തര കാലഘട്ടത്തിലും ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഒരു രാജ്യത്തിന്റെ വിപണി 32% വളർച്ച രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ അപൂർവമായ ഒന്നാണ്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നീ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന മുൻഗണനയും എങ്ങനെയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നത് എന്ന് ചിന്തിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ 32% വളർച്ചാ നിരക്ക്. ആഗോള വിപണികളിൽ വൻ അസ്ഥിരത നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ പ്രോപ്പർട്ടി വിപണി കൈവരിച്ച ഈ പ്രതിരോധ ശേഷി ആഗോള സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. പുതിയ വൻകിട പദ്ധതികൾക്കായിട്ടുള്ള ഭൂമി വാങ്ങൽ, നിർമ്മാണം പൂർത്തിയായ ഓഫീസ് സ്പേസസ് എന്നിവയിലാണ് നിക്ഷേപകർ വൻതോതിൽ പണമൊഴുക്കിയത്. ഇത് കേവലം താൽക്കാലികമായ ഒരു മുന്നേറ്റമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള സർക്കാർ നയങ്ങളുടെ സുസ്ഥിരമായ ഫലമാണ്. റിപ്പോർട്ടിലെ കണക്കുകൾ ആഴത്തിൽ പരിശോധിച്ചാൽ ഈ കുതിപ്പിന്റെ വേഗത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2026 രണ്ടാം പാദത്തിൽ മാത്രം $3.4 ബില്യൺ വൻ നിക്ഷേപമാണ് വിപണിയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ സമാന പാദത്തിലെ റെക്കോർഡ് നിക്ഷേപ നിലവാരം അതേപടി നിലനിർത്താൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അതിലും ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാൽ ഈ രണ്ടാം പാദത്തിൽ നടന്ന മൊത്തം ഇക്വിറ്റി നിക്ഷേപത്തിന്റെ 94% കൈക്കലാക്കിയത് ഭൂമി വികസന സൈറ്റുകളും റെഡി ടു മൂവ് ഓഫീസ് ഇടങ്ങളുമാണ് എന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപങ്ങളിൽ തൊട്ടു മുൻപത്തെ പാദത്തെ അപേക്ഷിച്ച് ഏകദേശം 51% വൻ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ വികസനത്തിൽ വിദേശ ശക്തികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും ഭാരതത്തിലെ ആഭ്യന്തര നിക്ഷേപകർക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചുവെന്നും ഈ കണക്കുകൾ അടിവരയിടുന്നു. കാരണം ഈ പാദത്തിലെ മൊത്തം നിക്ഷേപത്തിന്റെ 92% ഇന്ത്യയിലെ തന്നെ ആഭ്യന്തര നിക്ഷേപകരിൽ നിന്നായിരുന്നു. വിദേശ നിക്ഷേപകരുടെ പങ്ക് വെറും 8% മാത്രമായിരുന്നിട്ടും വിപണിയിൽ ഈ റെക്കോർഡ് കുതിപ്പുണ്ടായി. ആഭ്യന്തര വിപണിക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കുമെന്നും നമ്മുടെ സ്വന്തം ധനകാര്യ സ്ഥാപനങ്ങൾക്ക് രാജ്യത്തിന്റെ വളർച്ചയെ താങ്ങി നിർത്താൻ കെൽപ്പുണ്ടെന്നും ഇത് തെളിയിക്കുന്നു. ആഗോള സാഹചര്യങ്ങൾ കാരണം വിദേശ നിക്ഷേപകർ വൻതോതിൽ പണമിറക്കാൻ മടിച്ചു നിൽക്കുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ നട്ടെല്ലായ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യൻ കമ്പനികൾക്കും ബാങ്കുകൾക്കും ഡെവലപ്പർമാർക്കും എത്രമാത്രം ഉറച്ച വിശ്വാസമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഈ വിശ്വാസം വാനോളം ഉയർത്തിയത് മോദി സർക്കാർ നടപ്പിലാക്കിയ സുതാര്യമായ നയങ്ങളും ആഭ്യന്തര വ്യവസായങ്ങൾക്ക് നൽകിയ ശക്തമായ പിന്തുണയുമാണ്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരാണ് നിക്ഷേപത്തിൽ 34%വുമായി ഏറ്റവും മുന്നിലുള്ളത്. തൊട്ടു പിന്നാലെ 32%വുമായി ആഭ്യന്തര ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരുമുണ്ട്. രണ്ടു കൂട്ടരും പരസ്പരം മത്സരിച്ച് നിക്ഷേപം നടത്തുമ്പോൾ വിപണിക്ക് അത് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ നിക്ഷേപത്തിന്റെ സിംഹഭാഗവും രാജ്യത്തെ പ്രധാന മെട്രോ നഗരങ്ങളിലേക്കാണ് എത്തിയത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. രണ്ടാം പാദത്തിലെ മൊത്തം നിക്ഷേപത്തിന്റെ 60% സ്വന്തമാക്കിയത് ബംഗളൂരു, ഡൽഹി, NCR, മുംബൈ എന്നീ 3 പ്രധാന നഗരങ്ങളാണ്. രാജ്യത്തെ പ്രധാന നഗരങ്ങൾ ആഗോള ബിസിനസ് ഹബ്ബുകളായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇത് തെളിയിക്കുന്നു. ഭൂമി വാങ്ങലിനായി വിനിയോഗിച്ച തുകയുടെ 88%-ലധികവും റെസിഡൻഷ്യൽ ഓഫീസ് പദ്ധതികൾക്കായിട്ടാണ് മാറ്റിവെച്ചത്. വൻകിട വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ നഗരങ്ങളിൽ മോദി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുക്കിയതാണ് ഇതിന് കാരണം. ഇതിന്റെ അർത്ഥം എന്താണ്?
ഇന്ത്യയിൽ വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് പുതിയ വീടുകൾക്കും അത്യാധുനിക ഓഫീസുകൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഡെവലപ്പർമാർ വൻതോതിൽ ഭൂമി വാങ്ങിയിടുന്നത്. ഭാരതത്തിലെ മധ്യവർഗത്തിന്റെ ക്രയശേഷി വർദ്ധിച്ചതും പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ യുവാക്കൾ മുന്നോട്ട് വരുന്നതും ഈ ആവശ്യകതയെ ഇരട്ടിയാക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ ഭാവനാനിരതമായ വികസനം ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ നഗരവൽക്കരണത്തിന്റെ സൂചന കൂടിയാണ്. എന്നാൽ പരമ്പരാഗത കെട്ടിടങ്ങൾക്കും വീടുകൾക്കും പുറമെ ബാക്കി തുക വിനിയോഗിക്കപ്പെട്ടത് എവിടേക്കാണെന്ന് അറിയുമ്പോഴാണ് മോദി സർക്കാരിന്റെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ആഴം ബോധ്യപ്പെടുക. ഡാറ്റാ സെന്ററുകൾ, മിക്സ്ഡ് യൂസ് പ്രൊജക്ടുകൾ, ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക്സ് എന്നിങ്ങനെയുള്ള അത്യാധുനിക മേഖലകളിലേക്കാണ് ഈ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തിയത്. ഇന്ത്യ ലോകത്തിന്റെ ഡിജിറ്റൽ മൂലധനമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യമാണ് ഈ ഡാറ്റാ സെന്റർ നിക്ഷേപങ്ങൾ കാണിക്കുന്നത്. ഡിജിറ്റൽ വ്യവസായ വളർച്ചയുടെ വേഗത കൂട്ടാൻ കെൽപ്പുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് രാജ്യത്തൊരുങ്ങുന്നത്. ഇതുകൂടാതെ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ മേഖലകളിലെ ദീർഘകാല വികസനത്തിനായി $1.6 ബില്യൺ മൂല്യമുള്ള പ്രത്യേക നിക്ഷേപ പ്ലാറ്റ്ഫോമുകളും ഇതിനകം രൂപീകരിക്കപ്പെട്ടു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ അസാധാരണ കുതിപ്പ് വരും മാസങ്ങളിലും കൂടുതൽ ശക്തിയോടെ തുടരുമെന്നാണ് വിപണിയിലെ ആഗോള വിദഗ്ധർ ഒന്നടങ്കം വിലയിരുത്തുന്നത്. CBRE ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ചെയർമാനും സിഇഒയുമായ അൻഷുമാൻ മാഗസിൻ വ്യക്തമാക്കിയത് മറ്റൊന്നുമല്ല, വിപണിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ആഭ്യന്തര നിക്ഷേപകർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ വരും മാസങ്ങളിൽ മെച്ചപ്പെടുന്നതോടെ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ തന്നെ വിദേശ നിക്ഷേപം കൂടി വൻതോതിൽ സജീവമാകുമെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. അതായത് ആഭ്യന്തര കരുത്തുകൊണ്ട് രാജ്യം കൈവരിച്ച ഈ വലിയ നേട്ടത്തിലേക്ക് ഇനി വിദേശ നിക്ഷേപം കൂടി ഒഴുകിയെത്തുന്നതോടെ ഭാരതത്തിന്റെ സാമ്പത്തിക കുതിപ്പ് തടയാൻ ആർക്കും കഴിയില്ലെന്ന് ചുരുക്കം. നിർമ്മാണം പൂർത്തിയായ വലിയ ഓഫീസിടങ്ങൾ വാങ്ങാൻ കമ്പനികൾ വൻതോതിൽ പണം നിക്ഷേപിക്കുന്നുവെന്ന വസ്തുത നൽകുന്ന സൂചന വളരെ വലുതാണ്. ഇതിനർത്ഥം ഇന്ത്യയിലേക്ക് പുതിയ ആഗോള കമ്പനികൾ കടന്നു വരുന്നുണ്ടെന്നും നിലവിലുള്ള കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനം വൻതോതിൽ വ്യാപിപ്പിക്കുന്നുണ്ടെന്നുമാണ്. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിൽ മോദി സർക്കാർ വരുത്തിയ വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. പുതിയ ഓഫീസുകളും ബിസിനസ്സുകളും വരുമ്പോൾ രാജ്യത്ത് കോടിക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മുടെ യുവാക്കൾക്കായി സൃഷ്ടിക്കപ്പെടുന്നത്. സാമ്പത്തിക ഭദ്രതയ്ക്കൊപ്പം തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഈ വികസനം നേരിട്ട് സഹായിക്കുന്നു. ചുരുക്കത്തിൽ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെയും വിലക്കയറ്റത്തെയും ഭയന്ന് പിന്നോട്ട് വലിയുമ്പോൾ ഭാരതം മാത്രം നെഞ്ചുവിരിച്ച് മുന്നോട്ട് നടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കൈവരിച്ച ശക്തമായ സാമ്പത്തിക അടിത്തറയുടെയും വരാനിരിക്കുന്ന വലിയ വികസന മുന്നേറ്റങ്ങളുടെയും കൃത്യമായ പ്രതിഫലനമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഈ ചരിത്ര റെക്കോർഡ്. ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ അധികകാലം വേണ്ടി വരില്ലെന്ന് ഈ കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സ്ഥിരതയുള്ള ഭരണവും വ്യക്തമായ കാഴ്ചപ്പാടും ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാമെന്നതിന്റെ ഉത്തമ മാതൃകയാണിത്. അപ്പോൾ ഭാരതത്തിന്റെ ഈ വമ്പൻ സാമ്പത്തിക കുതിപ്പിനെ കുറിച്ചും മോദി സർക്കാരിന്റെ വികസന നയങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിശകലനവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.